നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നമ്മളെ സഹായം തേടി വരുന്ന മനുഷ്യരോട് അവർക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഒരു കോൺഫിഡൻസ് ഉണ്ട്. 100%. എനിക്കൊരിക്കലും അന്യമായൊരു നാടല്ലല്ലോ. എനിക്കറിയാം, ചെല്ലുന്നിടത്തെല്ലാം പരിചയക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം. ഞാൻ കായംകുളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം, ഓണാട്ടയുടെ ഒരു രാഷ്ട്രീയ സംസ്കാരം തന്നെയാണ് എനിക്കുമുള്ളത്. കായംകുളം ഒരിക്കലും എന്നെ ഒരു ഭയപ്പെടുത്തുന്ന ഗ്രൗണ്ടല്ല. അവർക്ക് മികച്ച വിദ്യാഭ്യാസം കിട്ടണം, അവർക്ക് അതിനുള്ള തൊഴിൽ കിട്ടണം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് വിപണനവും വ്യാപനവും ഉൾപ്പെടെ ഇവിടെ അടിച്ചമർത്തപ്പെടേണ്ട സാഹചര്യങ്ങളാണ്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ് ഈ സർക്കാർ. ഓക്കെ, എന്നാൽ ഒന്നാം പാദം ഒരു പ്രചാരണ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഇലക്ഷൻ പ്രചരണം? ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ വലിയ ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. എല്ലാ സ്ഥലത്തും മാറ്റത്തിന് വേണ്ടിയുള്ളൊരു ആഗ്രഹം തെളിഞ്ഞു കാണുന്നുണ്ട്. ജനങ്ങൾ വളരെ സ്നേഹവായ്പോടുകൂടിയാണ് പെരുമാറുന്നത്. മുൻകാലങ്ങളിലൊക്കെ LDF വോട്ട് ചെയ്തിരുന്ന പലരും എന്നോട് നേരിട്ട് തന്നെ ഇത്തവണ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. തുടർഭരണം കഴിഞ്ഞ ശേഷമുള്ള ഇലക്ഷനാണ്. ഈ ഇലക്ഷനിൽ നമ്മൾ പറയുന്നത് UDF ഭരണം പിടിക്കുമെന്നാണ്. എന്ത് ആത്മവിശ്വാസത്തിലാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്? ആത്മവിശ്വാസത്തിൻ്റെ കാരണം, ഒന്ന്, കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന LDF ഗവൺമെൻറ്റിന് ആ ഒരു ദശകക്കാലം അധികാരം കിട്ടിയതിൻ്റെ തരത്തിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ സ്വാഭാവികമായ ഒരു സർക്കാർ, ഏത് സർക്കാർ ഇരുന്നാലും ചെയ്യാവുന്ന ചില കാര്യങ്ങൾക്കപ്പുറത്ത് ഇവരുടേതായ ഒരു ലാൻഡ്മാർക്ക് അത്തരത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന്, നമുക്കറിയാം, ഒരു നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പുതിയ തലമുറയ്ക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ് ഈ സർക്കാർ. ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് അവർ പരമാവധി വിദേശങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭരണകൂടം എന്ന നിലയിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷനിൽ പരാജയപ്പെടുന്ന, ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉൾപ്പെടെ കേരളത്തിൽ എത്തിക്കാൻ പരാജയപ്പെടുന്നൊരു സർക്കാർ തീർച്ചയായും പരാജയമാണ്. രണ്ട്, സോഷ്യൽ സെക്ടറിൽ നമുക്കറിയാം, നമ്മൾക്കിപ്പോഴും ഹെൽത്ത് ഇൻഡൈസസിലൊക്കെ തന്നെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡൈസസിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടമല്ല, വർഷങ്ങളായി അതാണ് ഒരു ചരിത്രം, അതാണ്. പക്ഷേ നമ്മൾ ആഴത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഗുരുതരമായൊരു പ്രതിസന്ധിയിലല്ലേ. സാധാരണക്കാരന് ഇവിടെ ചികിത്സ ലഭിക്കുന്നില്ല, ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചെറമേലിനെ പോലുള്ള ഡോക്ടർമാർക്ക് പറയേണ്ടി വരുന്നു, വിവിധ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് നോട്ടീസ് എഴുതി വെക്കേണ്ടി വരുന്നു, ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി നടത്തി കഴിഞ്ഞാൽ രോഗി മരിക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് പറയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഹെൽത്ത് സെക്ടറിൽ സാധാരണക്കാരന് ചികിത്സ ഉറപ്പുവരുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് ഒരു സമ്പൂർണ്ണ പരാജയമാണ്. മൂന്നാമത്തെ കാര്യത്തിൽ സമൂഹത്തിലെ നമുക്കറിയാം, സമാധാനം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ ഇവരെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ ക്രൈം റേറ്റ് കുറവാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ പറയും എന്ന തരത്തിലാണെങ്കിലും നമ്മളൊരിക്കലും ഒരു ഗവൺമെൻറ്റിനെ, ഒരു ഭരണകൂടത്തെ, ഒരു സംസ്ഥാനത്തെ വിലയിരുത്തേണ്ടത് ആ സംസ്ഥാനത്തിൻ്റെ തുടർച്ച എന്ന തരത്തിലാണ്. കേരളത്തെ സംബന്ധിച്ച് ഐക്യ കേരളം രൂപപ്പെട്ടതിന് ഇങ്ങോളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ക്രമസമാധാന നിലയിൽ ഉയർന്നു നിന്നിരുന്ന സംസ്ഥാനമാവുന്ന കേരളത്ത് 2026 എത്തിച്ചേരുമ്പോൾ അതൊരു പ്രൈം സ്റ്റേജിൽ എത്തിച്ചേരണം. അപ്പോൾ അതാണോ സ്ഥിതി? കേരളം മയക്കുമരുന്നിൻ്റെ ഒരു കേന്ദ്രമല്ലേ? വലിയ തോതിൽ ചെറുപ്പക്കാർ മയക്കുമരുന്നിന് അടിമപ്പെടുന്നു. അവർ മാതാപിതാക്കളെ വരെ കൊന്നുകളയുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. ക്യാമ്പസുകൾ വയലൻസിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു. അപ്പോൾ സാമൂഹ്യ സമാധാനം കേരളത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് 6 ലക്ഷം കോടിയോളം രൂപയുടെ കടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. വലിയ തോതിലുള്ള കടമെടുപ്പ് കേരളത്തിനുണ്ടായിരിക്കുന്നു. എന്നാൽ ആ കടമെടുപ്പിലൂടെ ലഭിക്കുന്ന പണം പ്രൊഡക്റ്റീവായി വിനിയോഗിച്ചോ എന്ന ചോദ്യം വളരെയധികം ചോദ്യങ്ങൾ, അല്ലെങ്കിൽ വളരെയധികം സംശയങ്ങൾ ഉണർത്തുന്നുണ്ട്. ടെൻഡറില്ലാതെ കരാറുകൾ കൊടുക്കപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണ്? ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടത്തിലേക്ക് കേരള സമൂഹത്തെ തള്ളിവിട്ടതിന് ശേഷം ഇതിൻ്റെ ഗുണഭോക്താക്കളാവുന്ന മറ്റാളുകളാണ്, അല്ലെങ്കിൽ ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് എന്നൊരു കാഴ്ചപ്പാട് നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും അവശ്യ ജനവിഭാഗങ്ങൾ, തീരദേശവാസികൾ, അതോടൊപ്പം തന്നെ ആദിവാസികൾ, സ്ത്രീകൾ, കുട്ടികൾ, പട്ടികജാതി ജനവിഭാഗങ്ങൾ, ഇവർക്കൊക്കെ തന്നെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയും നമ്മുടെ മുമ്പിലില്ല. തീരദേശവാസികളുടെ വർദ്ധിക്കുന്നു. തീരം, കടൽ, മണൽ ഖനനം ഉൾപ്പെടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആദിവാസി ജനവിഭാഗങ്ങളുടെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ഗവൺമെൻറ്റിനെ ഞാൻ പറയാനാണെങ്കിൽ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു തരത്തിലും ഞങ്ങളുടെ ഭരണത്തിൻ്റെ മുഖമുദ്ര ഇതാണ് എന്ന തരത്തിൽ ഒന്ന് സൃഷ്ടിക്കുവാൻ ഈ ഗവൺമെൻറ് സാധിച്ചില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ആവശ്യമാണ്. ഇവിടെ നമുക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. ഇവിടെ ക്രമസമാധാന നില ശക്തമാകണം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് വിപണനവും വ്യാപനവും ഉൾപ്പെടെ ഇവിടെ അടിച്ചമർത്തപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകണം. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകണം. നെടുമ്പാശ്ശേരി വിമാനത്താവളം പോലെ, വിഴിഞ്ഞത്തെ ഹാർബറെ പോലെ, കൊച്ചി മെട്രോയെ പോലെ, കണ്ണൂർ വിമാനത്താവളം പോലെ കഴിഞ്ഞ UDF സർക്കാരുകൾ സൃഷ്ടിച്ച കേരളത്തിൻ്റെ ദീർഘകാല വികസനത്തിനോട് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ഇവിടെ ഉണ്ടാകണം. അതിനൊരു UDF സർക്കാരിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗം ഒരു വലിയ പ്രതിസന്ധിയിലാണ് നമ്മളെ സംബന്ധിച്ച്. നമുക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു ഘടനയുടെ തുടർച്ച സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചില്ല. ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. അവിടെ എല്ലാം മുന്നേറ്റം ആവശ്യമാണ്. സ്വാഭാവികമായും അത്തരം സമഗ്രമായ ഒരു മാറ്റത്തിന് കേരളത്തിൽ ഒരു ചേഞ്ച് ആവശ്യമാണ്. അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പം ഇതൊരു ജെനിസഡിൻ്റെ ഇലക്ഷൻ കൂടിയാണെന്ന് നമുക്ക് പറയാം. ജെനിസഡിനെ സംബന്ധിച്ചിട്ട് എന്തൊരു ഹോപ്പാണ് വിദ്യാഭ്യാസത്തിലായാലും എംപ്ലോയ്മെൻറ്റിലാണെങ്കിലും നമുക്ക് വെക്കാൻ പറ്റുന്നത്? ജെൻസി അവർ മാറിയ ലോകത്തിൻ്റെ ഭാഗമായവരാണ്. ഇപ്പോൾ ഈ ഒരു തലമുറയുടെ കാലഘട്ടത്തിൽ അവർ ജനിച്ചു വീഴുമ്പോഴേ സ്മാർട്ട് ഫോണുകളും ഉള്ള ഒരു കാലഘട്ടമാണ്. പഴയ ഒരു തലമുറ അങ്ങനെയല്ല. അവർ ആ ട്രാൻസ്ഫോർമേഷൻ കണ്ടവരാണ്. ഇവരെ സംബന്ധിച്ച് അവർ ലോകവുമായി വളരെയധികം കണക്റ്റഡാണ്. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർക്കറിയാം. ലോകത്തെല്ലായിടത്തും ലഭ്യമാകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിവിടെ ലഭ്യമാകാതിരിക്കുമ്പോഴാണ് സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് അവർ നിരാശരാകുന്നത്. അപ്പോൾ നമുക്ക് ജെൻസിക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ലോകത്താകമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായി ഇവിടുത്തെ വിദ്യാഭ്യാസ പദ്ധതി തന്നെ മാറ്റിമറിയണം. സ്കൂൾ കരിക്കുലത്തിന് തന്നെ അതനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാകണം. കോളേജ് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിനുള്ള മാറ്റങ്ങളുണ്ടാകണം. പുതിയ കാലത്തിനനുസൃതമാകുന്നതിനുള്ള പാഠ്യപദ്ധതിയും കോഴ്സുകളും ഉണ്ടാവുകയും ആ പുതിയ കാലത്തിനനുസൃതമായ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലുള്ള തൊഴിൽ മേഖലയും ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം എല്ലാ മേഖലയിലും ഇപ്പോൾ സാംസ്കാരിക രംഗത്ത്, കലാകായിക രംഗത്ത്, ഇപ്പോൾ കായിക രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക കായിക രംഗത്തിന് തരമായുള്ള താരതമ്യം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ IPL ഒരു കാലഘട്ടമാണ്. ക്രിക്കറ്റ് IPL ഒരു കാലഘട്ടമാണിത്. ഫുട്ബോളിൽ ഇന്ത്യയിൽ ISL ഉണ്ട്. പുതിയ തലമുറ ഈ ഇന്ത്യൻ ലീഗുകൾ മാത്രമല്ല കാണുന്നത്, അവർ ലോക ലീഗുകൾ തന്നെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അപ്പം നമുക്ക് കായിക രംഗത്ത് ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. എല്ലാ നിയോജകമണ്ഡലങ്ങളിലും കളിക്കളങ്ങൾ ആവശ്യമാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലും പെട്ട 11, 12 വയസ്സാവുന്ന കുട്ടികൾക്കുൾപ്പെടെ പരിശീലന പദ്ധതികൾ അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. സാംസ്കാരിക രംഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരമ്പരാഗതമായ കലാരൂപങ്ങൾക്കൊപ്പം തന്നെ ലോകത്താകമാനം ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മൾ പുതിയ കുട്ടികളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കൊറിയൻ ഗാനങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കും. കൊറിയൻ സീരീസാണ് അവരെ. അപ്പം നമുക്കൊരു ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ, ലോകത്തിൻ്റെ സംസ്കാരത്തെ നമുക്ക് ഇവിടേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നമ്മളിവിടെ സൃഷ്ടിക്കപ്പെടണം. അപ്പോൾ കായിക രംഗത്ത്, കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത് അത്തരം ഇൻ്റഗ്രേഷനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മാത്രമേ ഈ കുട്ടികൾ സംതൃപ്തരാവുകയുള്ളൂ. അവർക്ക് മികച്ച വിദ്യാഭ്യാസം കിട്ടണം, അവർക്കതിനുള്ള തൊഴിൽ കിട്ടണം, ലോകത്താകമാനം ലഭിക്കുന്ന സാംസ്കാരിക കായിക അവസരങ്ങൾ കൂടി അവർക്ക് ലഭ്യമാക്കണം. നമുക്ക് നമ്മുടെ നാടിൻ്റെ സംസ്കാരവും സദാചാരവും സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തേണ്ട ബാധ്യതയും ഭരണകൂടങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമുണ്ട്. കായംകുളം പോലെ ഇത്ര ഒരു ഹൈലി ഒരു അവയർനെസ്, പൊളിറ്റിക്കൽ അവെയർ ആയിട്ടുള്ള അങ്ങനെ ഒരു മണ്ഡലം ചൂസ് ചെയ്യുമ്പോൾ ആ മണ്ഡലത്തിൽ താങ്കൾക്ക് ആ കമ്മ്യൂണിറ്റിയോട് എങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുക എന്ന് തോന്നിയിരുന്നത്? അല്ലെങ്കിൽ അത്ര ധൈര്യം വന്നത് എന്താണ് ഇത്രയും പൊളിറ്റിക്കലി അവെയർ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയോട്? കായംകുളം ഒരിക്കലും എനിക്കൊരു അന്യമായ നാടല്ല. എൻ്റെ KSU കാലഘട്ടത്തിൽ, വിദ്യാർത്ഥി കാലഘട്ടം മുതൽ തന്നെ ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പം നങ്ങ്യാറുകുളങ്ങരയും കായംകുളവും തമ്മിൽ എപ്പോഴും അടുത്ത് നിന്നതാണ്. കാർത്തികപ്പള്ളി താലൂക്കാണ്. അപ്പോൾ KSU കാലഘട്ടം മുതൽ കാർത്തികപ്പള്ളി താലൂക്കാണ് ഞങ്ങളുടെ പ്രവർത്തന കേന്ദ്രം. അന്നത്തെ സംഘടനാ രൂപം എന്ന് പറഞ്ഞാൽ കാർത്തികപ്പള്ളി താലൂക്കാണ്. നങ്ങ്യാറുകുളങ്ങര TKM കോളേജിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ കായംകുളം MSM കോളേജിലേക്ക് ഞങ്ങൾ KSU പ്രവർത്തനത്തിന് പോകും. ഞാൻ പോയിട്ടില്ലാത്ത സ്കൂളുകളില്ല. അന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലവുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾ എപ്പോഴും ഉണ്ട്. ഇവിടെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും അടുത്ത ബന്ധങ്ങളാണ്. രക്തബന്ധങ്ങളും നിരവധിയുണ്ട്. ഇപ്പം എൻ്റെ നിരവധി ബന്ധുക്കൾ അവിടെയുണ്ട്. അപ്പോൾ കായംകുളം ഒരിക്കലും ഒരു അന്യമായ നാടാണ് എന്ന് ചെറുപ്പം മുതൽ, കൗമാരം മുതൽ തോന്നിയിട്ടില്ലാത്ത ഒന്നാണ്. അപ്പോൾ കായംകുളത്തിൻ്റെ രാഷ്ട്രീയവും അന്ന് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നിരവധി മഹാരഥന്മാരായ നേതാക്കന്മാർ ഇവിടെ ഉദയം ചെയ്തിട്ടുണ്ട്. PK കുഞ്ഞ് സാഹിബ്, തച്ചടി പ്രഭാകരൻ, MK ഹേമചന്ദ്രൻ,
പിന്നെ തുണ്ടത്തിൽ കുഞ്ഞികൃഷ്ണപിള്ള, പിന്നെ പുതിയ തലമുറ വരുമ്പോൾ അഡ്വക്കേറ്റ് CR ജയപ്രകാശ്, അങ്ങനെ നിരവധി മനുഷ്യർ, ഒത്തിരി സ്റ്റാൽവാർഡ്സും അല്ലെങ്കിൽ ഒന്നാം നിരയും രണ്ടാം നിരയും അത്തരം നിരവധി നേതാക്കന്മാരുടെ ഒരു നാടാണിത്. മാത്രമല്ല നേരത്തെ പറഞ്ഞ ഹൈലി പൊളിറ്റിക്കലി വൈബ്രൻറ്റുമാണ്. ഞാൻ 2014 ഇവിടെ നിയമസഭയിലേക്ക് മത്സരിച്ചു. അപ്പം അന്ന് വിജയിക്കാൻ സാധിച്ചില്ല. അന്ന് മറ്റ് പല സാഹചര്യങ്ങളുണ്ടായി. കേരളത്തിൽ ഒരു LDF തരംഗം ഉണ്ടാകുന്ന ഇലക്ഷനായിരുന്നു. മറ്റ് പല BDJസിൻ്റെയൊക്കെ രൂപീകരണ സമയം, അങ്ങനെ പല ഘടകങ്ങൾ കാരണം ഞാനത് പരാജയപ്പെട്ടെങ്കിലും കായംകുളം ഒരിക്കലും എന്നെ ഒരു ഭയപ്പെടുത്തുന്ന ഗ്രൗണ്ടല്ല. അടുത്ത ഇലക്ഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ പാർട്ടി എന്നോട് അമ്പലപ്പുഴയിലാണ് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. പാർട്ടി പറഞ്ഞ തീരുമാനം അനുസരിച്ച് ഞാൻ അമ്പലപ്പുഴയിൽ മത്സരിച്ചു. പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാർട്ടി ചാർജും എനിക്ക് അമ്പലപ്പുഴയിലാണ്. അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൻ്റെ ചുമതല നൽകിയതുകൊണ്ട് ഞാൻ കൂടുതൽ അവിടെ ഫോക്കസ് ചെയ്ത് നിന്നു. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശ്രീ G. സുധാകരൻ അദ്ദേഹം CPMൽ നിന്ന് അപമാനിക്കപ്പെട്ട് പുറത്ത് വന്നു. അപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയമായും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം UDFനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. പാർട്ടി എന്നോട് കായംകുളത്താണ് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. ഞാനത് സ്വീകരിക്കുന്നു. അപ്പോൾ സ്വീകരിച്ച് നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കായംകുളം ഒരിക്കലും എനിക്ക് അന്യമല്ലാത്തതുകൊണ്ടാണ്. ഞാൻ കായംകുളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം, ഓണാട്ടിയുടെ രാഷ്ട്രീയ സംസ്കാരം തന്നെയാണ് എനിക്കുമുള്ളത്. ഹരിപ്പാടും കായംകുളവും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഈ കാർത്തിപ്പള്ളി താലൂക്കുകാരനാണല്ലോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് കായംകുളം എനിക്കൊരിക്കലും അന്യമായ ഒരു പ്രദേശമല്ല. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, ഞാനുമായി നിരവധി സൗഹൃദങ്ങളുള്ളവർ, എൻ്റെ സൗഹൃദത്തിൻ്റെയും ബന്ധത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഇഴകൾ അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്ന മണ്ണാണ് കായംകുളം. എൻ്റെ സഹധർമ്മിണിയുടെ നാടും കായംകുളമാണ്, രാമപുരത്താണ്, മാളിയേക്കലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ആണ്. 100% കോൺഫിഡൻസ്. എനിക്കൊരിക്കലും അന്യമായൊരു നാടല്ലല്ലോ. എനിക്കറിയാം, ചെല്ലുന്നിടത്തെല്ലാം പരിചയക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം. ലിജു പറഞ്ഞിടത്ത് തന്നെയാണ് ഒന്നുകൂടെ ഇന്ന് ചോദിക്കാം. ലിജു പറഞ്ഞു കായംകുളത്ത് ഒരു പ്രാവശ്യം നിന്ന് തോൽവി ഉണ്ടായിരുന്നു. പക്ഷെ ലിജു പറഞ്ഞതുപോലെ തന്നെ തച്ചടി പ്രഭാകരൻ 2 പ്രാവശ്യം തോറ്റതിന് ശേഷമാണ് 3 പ്രാവശ്യം തോറ്റതിന് ശേഷം 4ാമത്തെ പ്രാവശ്യമാണ് കായംകുളത്ത് നിന്ന് എലക്ട് ചെയ്യുന്നത്. അപ്പം കായംകുളത്തിൻ്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. കായംകുളം ഒരു ലെഫ്റ്റ് സെൻട്രിക് ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു വളരെ വാർഡ് ബേസ്ഡ് ആയിട്ട് എലക്ഷൻ നടക്കുന്ന ഒരു സ്ഥലം. വാർഡിനെ എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നോ അത്രമാത്രമാണ് അവിടുത്തെ വിജയസാധ്യതകളും അവിടുത്തെ പൊളിറ്റിക്കൽ ഡിസ്കഷനും നടക്കുന്നത്. ആ അർത്ഥത്തിൽ ലിജു ഇങ്ങനെ തോറ്റുപോയ ഒരാളെന്ന് പറയേണ്ട ആവശ്യകത ഉണ്ടോ? അത്രയും കരുത്തനായ സ്ഥാനാർത്ഥികൾ ഇവിടെ നിന്ന് തോറ്റുപോയി ജയിച്ചു വരാം. ഞാൻ യഥാർത്ഥത്തിൽ ശ്രീ തച്ചടി പ്രഭാകരൻ ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസ്സുകാരുടെ ഒരു പൊളിറ്റിക്കൽ റോൾ മോഡലാണ്, കരുത്തനാണ്. അപ്പോൾ നമ്മൾ ആലപ്പുഴയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ആലപ്പുഴ എന്നതൊരു CPM ശക്തികേന്ദ്രമായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് ശക്തിയുണ്ട്, ഇപ്പോഴും ശക്തിയുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു സ്ഥാനാർത്ഥി ആദ്യം ജയിച്ചു വരാൻ പലപ്പോഴും ഈ മണ്ണിൽ സാധ്യമാകാറില്ല. അതുകൊണ്ട് ശ്രീ തച്ചടി തന്നെ അദ്ദേഹം 3 തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന് ശേഷമാണ് 4ാം തവണ അദ്ദേഹം ജയിച്ചത് LDF കാൻഡിഡേറ്റാണ്. അപ്പോൾ UDF കാൻഡിഡേറ്റ് ആയിട്ടല്ല. അന്നത്തെ പാർട്ടി വിഭജനത്തിൽ അദ്ദേഹം ഉൾപ്പെട്ട വിഭാഗം ഇടതുമുന്നണിയുമായി ചേർന്നപ്പോഴാണ് അദ്ദേഹം ഇവിടുന്ന് ജയിക്കുന്നത്. പിന്നീട് അദ്ദേഹം UDF കാൻഡിഡേറ്റ് ആണ്. അന്നത്തെ ആ ഒരു ബേസ് സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം UDF കാൻഡിഡേറ്റ് ആയിട്ട് പിന്നീട് ജയിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നിരാശയൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത് ഇങ്ങനെയാണ്. നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ ഞാൻ 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആദ്യം എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടത് അമ്പലപ്പുഴയിൽ മത്സരിക്കണം. അന്ന് ശ്രീ G. സുധാകരൻ മന്ത്രി എന്ന നിലയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നൊരു സമയത്ത് അമ്പലപ്പുഴ പോലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം സിറ്റിംഗ് MLA ആയിരിക്കുന്ന സ്ഥലത്ത് മത്സരിക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതും ജയമുറപ്പുള്ള സ്ഥലമൊന്നുമല്ല. പക്ഷേ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു, പരാജയപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തെ പോലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മുമ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ അതിൻ്റേതായ അദ്ദേഹത്തിന് കൂടുതൽ വിജയസാധ്യത ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. പിന്നീട് എന്നോട് കായംകുളത്താണ്. അപ്പോഴും 10 വർഷം തുടർച്ചയായി CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല മണ്ഡലം വിഭജനം കഴിഞ്ഞില്ല. പക്ഷേങ്കിലും ഞാൻ ആത്മവിശ്വാസത്തോടെയാണ് മത്സരിച്ചത്. വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് മറ്റ് ചില ഘടകങ്ങൾ, പൊളിറ്റിക്കൽ സാഹചര്യങ്ങളാണല്ലോ, LDF സ്ഥാനാംഗവും മറ്റ് സാഹചര്യങ്ങളും, ഞാൻ പരാജയപ്പെട്ടു. പിന്നീട് എനിക്ക് വീണ്ടും എന്നെ അമ്പലപ്പുഴയിലേക്ക് തന്നെ മാറ്റാൻ സാഹചര്യം ഉണ്ടായി. അപ്പോൾ അന്ന് G. സുധാകരൻ 25,000 വോട്ടിന് ജയിച്ചിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഞാനതിൽ മാർജിൻ അന്ന് 11ലേക്ക് കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.
അപ്പോൾ ഞാൻ വീണ്ടും നാലാമതൊരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പലപ്പോഴും നമുക്കറിയാം വിമർശനങ്ങളുണ്ടാവും, തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി പരാജയപ്പെടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ പറയുക അല്ലെങ്കിൽ വിമർശിക്കപ്പെടുമ്പോൾ മുൻകാലങ്ങളിൽ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചരിത്രം ഇതായിരുന്നു എന്നുള്ള കാര്യമൊന്നും ചർച്ച ചെയ്യപ്പെടില്ല. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ മനസ്സിലുണ്ടായൊരു ഞാൻ അന്നത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്താണ്, നമുക്ക് ഒന്ന് നമ്മുടെ രാഷ്ട്രീയത്തോട് ആത്മാർത്ഥത പുലർത്തുക, ജനങ്ങളോട് ആത്മാർത്ഥത പുലർത്തുക, നമുക്ക് ഇടപെടുന്ന വിഷയങ്ങളിൽ പരമാവധി റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊരു പൊതുസേവകൻ എന്ന നിലയിൽ നമ്മൾ സഹായം ആവശ്യപ്പെടുന്ന മനുഷ്യരെ നിരാശപ്പെടുത്താതിരിക്കുക, അവരുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കി അവരോട് അനുകമ്പയും അതോടൊപ്പം തന്നെ കൃത്യമായി അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകുക. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ പരമാവധി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും പരാജയപ്പെടുമ്പോൾ വിഷമമുണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല എന്നും ഒരു പാർട്ടിക്ക് ഒരാളെ തുടർച്ചയായി മത്സരിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. എനിക്ക് ഇപ്പം പാർട്ടി നിരവധി സ്ഥാനങ്ങൾ നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു, രാഹുൽ ഗാന്ധി നേരിട്ട് തിരഞ്ഞെടുത്താണ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു, KPC സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, DC പ്രസിഡൻ്റാണ്. അപ്പോൾ സംഘടനാ സ്ഥാനങ്ങളുണ്ടെങ്കിലും പാർലമെൻ്ററി സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും എന്നും ഒരാളെ മത്സരിപ്പിക്കാൻ സാധിക്കില്ല. പാർട്ടി പിന്നീട് പാർട്ടിയുടെ ഒരു സ്നേഹം കൊണ്ടുകൂടിയാണ് 3 തവണ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് 1 തവണ കൂടി അവസരം നൽകിയത്. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ മനസ്സിലൂടെ ആ ചിന്ത കടന്നു പോകുന്നുണ്ട്, 1 തവണ കൂടി ഇപ്പോൾ രാഷ്ട്രീയമായ അത്തരം ഒരു തെരഞ്ഞെടുപ്പ് പരാജയം എന്നത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജനസേവനത്തിന് എന്ന് പറഞ്ഞാൽ ഒരു സംഘടനാ പ്രവർത്തനം ജനസേവനം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. പക്ഷേ എങ്കിലും ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുക എന്നാൽ വലിയൊരു കാര്യമാണ്. നമുക്ക് നാടിൻ്റെ നയം രൂപീകരിക്കാൻ, പബ്ലിക് പോളിസി രൂപപ്പെടുത്താനായിട്ട് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. നമ്മൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങൾ, ഏറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഇടപെടൽ നടത്താൻ സാധിക്കും. നമ്മളെ സഹായം തേടി വരുന്ന മനുഷ്യരോട് അവർക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. നമ്മളൊരു നാടിൻ്റെ വികസനത്തിൽ നമ്മുടേതായ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ സാധിക്കും. ഒരു സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു അവസരം തീവ്രമായി ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇനി ഒരിക്കൽ കൂടി പരാജയപ്പെടരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ കായംകുളത്തെ ജനതയോടുൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. എനിക്കൊരു അവസരം നൽകാൻ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിപരമായ ഒരു സ്വാർത്ഥ നേട്ടത്തിനപ്പുറത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ 10-15 വയസ്സ് മുതൽ സ്കൂൾ കാലഘട്ടം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ KSU കൊടി പിടിച്ചിറങ്ങിയതാണ്. അപ്പോൾ അന്നു മുതൽ തുടങ്ങിയ ആ ഒരു ആഗ്രഹം, പൊതുപ്രവർത്തനത്തിൻ്റെ ജനസേവനത്തിൻ്റെ ഒരു മാർഗം, അല്ലെങ്കിൽ ഇത് ഇനിയൊരു അവസരമില്ലാത്തവണ്ണം മാറി നിൽക്കുന്ന അവസരം എന്നത് നമുക്ക് തന്നെ ഇതുണ്ടല്ലോ, പുതിയ ആളുകൾ വരുന്നു, പുതിയ തലമുറ കടന്നു വരുന്നുണ്ട്, അവർക്കും ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നും നമുക്ക് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ എന്നും നമ്മൾ മാത്രം അവസരം ചോദിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരർത്ഥത്തിൽ ഒരു ലാസ്റ്റ് ചാൻസ് എന്ന തരത്തിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞതല്ല. പക്ഷേ പാർട്ടിയും ഒക്കെയാണ്. എന്നാൽ പോലും നമുക്ക് തന്നെ ഇതൊരു എത്ര തീവ്രമായ കടുത്ത ഇടതുപക്ഷ കോട്ടയാണെങ്കിലും ലിജു എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ ജനങ്ങളോട് പറയുന്നൊരു കാര്യം, ഇത് ഞാൻ എൻ്റെ 3 തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ജനങ്ങളുടെ മുമ്പായി നിൽക്കുന്നു. ഇത് ഞാൻ ആഗ്രഹിക്കുന്നു, നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ. അങ്ങനെ ഒരു അവസരം നൽകിയാൽ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല എന്നൊരു മെസ്സേജാണ് ഞാൻ ആഗ്രഹിച്ചത്.